നമസ്കാരം. നാം ഏവരും ഒരു തവണയെങ്കിലും കേൾക്കാൻ കൊതിച്ചൊരു കാര്യമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ചൈനയെ പിന്നിലാക്കി ഭാരതം. ഏതിലാകും ഭാരതം ചൈനയെ പിന്നിലാക്കിയത്? ആഗോള വ്യോമസേന കരുത്തിൽ ഇന്ത്യ 3-ാം സ്ഥാനത്തെത്തിയത് ചൈനയെ മറികടന്ന് തന്നെയാണ്. ആഗോള വ്യോമസേന കരുത്തിൽ ഇന്ത്യയുടെ സ്ഥാനം കുതിച്ചുയരുന്നതായാണ് ഏറ്റവും പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇന്ത്യയുടെ പ്രതിരോധം കൂടുതൽ ശക്തം, സുസജ്ജം എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്. നന്ദി പറയേണ്ടത് ഓപ്പറേഷൻ സിന്ദൂറിലെ ലോകത്തെ കാട്ടിക്കൊടുത്ത ഇന്ത്യയുടെ വിജയത്തിന് തന്നെയാണ്. ചൈനയെ 4ലേക്ക് തരം താഴ്ത്തിയാണ് ഇന്ത്യയുടെ 3-ാം പദവിയിലേക്കുള്ള ഈ കുതിപ്പ്. ഇന്ത്യക്കുള്ളതിന്റെ ഇരട്ടി വിമാനങ്ങളും വ്യോമ ആയുധങ്ങളും ഒക്കെ ചൈനയ്ക്കുണ്ടെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. അതെടുത്ത് എങ്ങനെ വിന്യസിക്കണം എന്നതിലാണ് കാര്യമിരിക്കുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? വേൾഡ് ഡയറക്ടറി ഓഫ് മോഡേൺ മിലിറ്ററി എയർക്രാഫ്റ്റിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം അമേരിക്കയും റഷ്യയും കഴിഞ്ഞാൽ ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ലോകത്ത് ശക്തിയേറിയ വ്യോമസേന. ബീജിങ്ങിനേക്കാൾ കുറഞ്ഞ വിമാനങ്ങൾ മാത്രമേ ഇന്ത്യക്കുള്ളൂ. എങ്കിലും ചൈനീസ് സൈനിക ഇറക്കുമതിയെ വളരെയധികം ആശ്രയിക്കുന്ന പാകിസ്ഥാനെ ഇന്ത്യ വ്യോമസേന മറികടന്നപ്പോൾ, ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ തകർത്തെറിഞ്ഞപ്പോഴാണ് ഈ ഒരു പദവിയിലേക്ക് ഇന്ത്യ യോഗ്യത നേടിയെന്ന് ലോകം തീരുമാനിക്കുന്നത്. രാജ്യങ്ങൾക്ക് ശക്തവും സുശക്തവുമായ ഒരു വ്യോമസേന അത്യാവശ്യം തന്നെയാണ്. ഏറ്റവും വികസിതമായ ഒരു വ്യോമസേനയ്ക്ക് മാത്രമേ ഒരു യുദ്ധത്തിന്റെ ഫലത്തിന്റെ നിർണായകമായ തീരുമാനമെടുക്കാൻ കഴിയുള്ളൂ എന്ന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ വളരെ വ്യക്തമായി തെളിയിച്ച് കാട്ടിക്കൊടുത്തു. വേൾഡ് ഡയറക്ടറി ഓഫ് മോഡേൺ മിലിറ്ററി എയർക്രാഫ്റ്റിന്റെ ഏറ്റവും പുതിയ റാങ്കിങ്ങിൽ ലോകത്തെ 103 രാജ്യങ്ങളെയാണ് അവർ പരിഗണിച്ചത്. ഇതിലെ കരസേന, നാവികസേന, മറൈൻ വ്യോമസേന വിഭാഗങ്ങളിലായി 120 വ്യോമസേനകളാണ് ഇത്തവണയും മത്സരത്തിനെത്തിയത്. ഇന്ത്യ മുന്നിൽ കയറിയതോടെ ചൈന തൽക്കാലത്തേക്ക് 4-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ആധുനികവൽക്കരണം, ചരക്ക് ഗതാഗത ശേഷി, ആക്രമണം, പ്രതിരോധം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ഈ റാങ്കിംഗ് നിർണ്ണയം. US വ്യോമസേനയുടെ വിമാന സന്നാഹങ്ങളുടെ ട്രുവാൾ റേറ്റിംഗ് 242.9%, റഷ്യയുടേത് 114.2%. ഇന്ത്യയുടെ TVR റേറ്റിംഗ് 69.4 3-ാം സ്ഥാനത്ത്. ചൈനയേക്കാൾ 5.6 പോയിന്റ് ഇന്ത്യ മുന്നിൽ. അതൊരു നേട്ടം തന്നെയാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ 31.6% യുദ്ധവിമാനങ്ങളും 31% ഹെലികോപ്റ്ററുകളും 21.8% പരിശീലന വിമാനങ്ങളുമാണ്. ഇത്രയും വെച്ചിട്ടാണ് ഇന്ത്യ തങ്ങളുടെ ശേഷി തെളിയിച്ചത്. ചൈനയിലെ പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സിനുള്ളത് 52.9% യുദ്ധവിമാനങ്ങളും 28.4% പോർ പരിശീലന വിമാനങ്ങളുമാണ്. ഇന്ത്യയുടെ കനത്ത പോരാട്ട ഏകാഗ്രതയാണ് ഇവിടെ വ്യക്തമായിരിക്കുന്നത്. പക്ഷേ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ബാലൻസ്ഡ് ആയ ദ്രുത ഗതാഗതം, പരിശീലനം, പ്രത്യേക ദൗത്യ പ്രവർത്തനങ്ങൾ, ദൗത്യ നിർവഹണം എന്നിങ്ങനെ അതിന്റെ മൾട്ടി ഡൊമൈൻ ശേഷിയാണ് ഇവിടെ വ്യക്തമായിരിക്കുന്നത്. ഒരു വ്യോമസേനയുടെ മൊത്തം പോരാട്ട ഫലപ്രാപ്തി വിലയിരുത്തുന്നതിനുള്ള പ്രൊപ്രൈറ്ററി മെട്രിക്കാണ് ട്രൂവാൾ റേറ്റിംഗ്. വിമാനത്തിന്റെ അളവ്, അതിന്റെ സാങ്കേതിക സങ്കീർണത, പരിപാലന ശേഷി, ലോജിസ്റ്റിക്കൽ ആഴം, പ്രാദേശിക എയറോസ്പേസ് ഉൽപാദന ശേഷി എന്നിവയൊക്കെ ഇതിൽപ്പെടും. ലളിതമായ വിമാനങ്ങളുടെ എണ്ണത്തിൽ നിന്ന് വ്യത്യസ്തമായി TVR, ഫ്ലീറ്റ് ബാലൻസ്, ആധുനികവൽക്കരണ നിരക്ക്, വ്യാവസായിക ശേഷി, ആ വിമാനങ്ങളുടെ ദൗത്യങ്ങൾക്കുള്ള വൈദഗ്ധ്യം എന്നിവയും പ്രധാനമായി കണക്കാക്കും. ഇത് ഒരു രാജ്യത്ത് ആ രാജ്യം വ്യോമ യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ എങ്ങനെയൊക്കെ മുന്നോട്ട് നീങ്ങുമെന്നതിനെ ആശ്രയിച്ചിരിക്കും. ഇനി എന്താണ് ഈ ട്രുവാൾ റേറ്റിംഗ്? ലോക വ്യോമശക്തികൾ അവരുടെ പ്രവർത്തന മികവിന്റെ സൂചകമായി അംഗീകരിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഉദാഹരണത്തിന് 3 വർഷത്തിലധികമായി നീണ്ടു നിൽക്കുന്ന ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഉക്രൈനെതിരെ ഒരു വ്യോമ മേധാവിത്വം സ്ഥാപിക്കാൻ ഈ പട്ടികയിലെ 2ാമനായ റഷ്യക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. മറുവശത്ത് ജൂണിൽ ഇസ്രായേലിന്റെ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ 4 ദിവസം മാത്രം എടുത്താണ് ഇറാന്റെ മണ്ടയിൽ വ്യോമ മേധാവിത്വം നേടിയത്. ഇസ്രായേലിലെ ഏറ്റവും അടുത്തുള്ള വ്യോമതാവളത്തിൽ നിന്നും ടെഹ്റാൻ ഏകദേശം 1000 കിലോമീറ്ററിലധികം അകലെയാണെന്ന് ഓർക്കണം. ഇതാണ് തന്ത്രങ്ങളുള്ള, വ്യോമ ആയുധങ്ങളുള്ള ഒരു രാജ്യത്തിന് ഈ റേറ്റിംഗ് ഒക്കെ വേണമെങ്കിൽ അത് എങ്ങനെ എടുത്ത് പ്രയോഗിക്കണം എന്നുകൂടി അറിയണമെന്ന് പറയുന്നത്. ഇന്ത്യൻ വ്യോമസേന നിലവിൽ സുഖോയ് Su-30 MKI, ദസോൾട്ട് റാഫേൽ, തേജസ് MK-1 തുടങ്ങിയ 4.5 തലമുറ പ്ലാറ്റ്ഫോമുകളുടെ ശക്തമായ മിശ്രിതമാണ് അതിർത്തിയിലും ചുറ്റുവട്ടത്തുമല്ല അണിനിരത്തിയിരിക്കുന്നത്.
മിറാഷ് 2000, MiG-29 വിമാനങ്ങൾ ഇതിലുണ്ടായിരുന്നു. MiG-21 വിമാനങ്ങൾ പിൻവലിച്ചു. തേജസ് MK-1 ഉൾപ്പെടുത്തൽ, തേജസ് MK-2 വികസനം, MRF-യുടെയും അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റിന്റെയും ഭാവി സംയോജനം. MRF എന്നാൽ മൾട്ടി റോഡ് കോമ്പാക്ട് ഫ്ലൈറ്റ്. ഇതൊക്കെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി അത് മുന്നോട്ട് കാണിച്ചു കൊടുക്കുന്നതാണ്. മറുവശത്ത് ചൈന J-20 മെറ്റി ഡ്രാഗൺ, J-35 പോലുള്ള 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ അണിനിരത്തിയിട്ടുണ്ട്. എന്നിട്ടും 5.6 പോയിന്റ് ഇന്ത്യയേക്കാൾ കുറവ്. കൂടാതെ J-10C, J-16 പോലുള്ള 4.5 തലമുറ യുദ്ധവിമാനങ്ങളെയും ചൈനയ്ക്കുണ്ട്. എന്നിട്ടും ഇന്ത്യയുടെ മികച്ച പോരാട്ടം, പരിശീലനം, ലോജിസ്റ്റിക്കൽ ആസ്തികൾ എന്നിവയിലെ തുലനാവസ്ഥയാണ് ഇന്ത്യ മുന്നിലെത്തിച്ചത്. അടുത്ത 2 ദശകങ്ങൾക്കുള്ളിൽ ഇന്ത്യയിൽ വരുന്നത് ഇനി 600-ലധികം വ്യോമസേന ആക്രമണ ജെറ്റുകളാണ്. അതിൽ ഭൂരിഭാഗവും ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റിന്റെ വകഭേദങ്ങളാണ്. ഇതിൽ 150 എണ്ണം ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് MK-1A, 120-ലധികം MK-2, 114 മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ, 120 അംക വിമാനങ്ങൾ എന്നിവയാണ് ഉൾപ്പെടുന്നത്. അംക വിമാനങ്ങളുടെ വികസനമാണ് ഇപ്പോൾ ഇന്ത്യ തദ്ദേശീയമായി കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനൊപ്പം റഷ്യൻ നിർമ്മിത Su-57 വിമാനങ്ങൾ ഇറക്കുമതി ചെയ്യാനുള്ള ഇന്ത്യ കാര്യമായ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡിസംബർ 5-6 തീയതികളിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ ഇതിന്റെ അന്തിമ ഫലം അറിയാം. എന്തായാലും കുറച്ച് വിമാനങ്ങൾ മാത്രമേ ഉള്ളെങ്കിലും ഇന്ത്യൻ വ്യോമസേന ലോകത്ത് 3ാമനാണെന്ന് തെളിയിച്ചിരിക്കുന്നു. അത് അഭിമാനിക്കാൻ തക്ക ഒരു നേട്ടം തന്നെയാണ്. അതും ചൈനയെ പിന്തള്ളി. എന്തായാലും ചൈനയ്ക്കും ഇതൊരു പാഠമാണ്. ഉള്ള സംഗതികൾ, ഉള്ള യുദ്ധക്കോപ്പുകൾ എങ്ങനെ എവിടെയൊക്കെ കൃത്യമായി വിന്യസിക്കണമെന്ന് ഇന്ത്യയെ കണ്ടെങ്കിലും ഒന്ന് പഠിക്കണം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വിളിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച